Hello guys and welcome back to the video Innovative video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ഈ ഒരു ലൈഫിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചാർജിന് ഇടുമ്പോൾ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുന്നു, പോക്കറ്റിൽ കിടന്ന സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറി എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ഒരു കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലിഥിയം അയൺ ബാറ്ററി -20°C മുതൽ 60°C വരെയാണ് സ്റ്റേബിളായിട്ട് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു 60°C മുകളിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ 60°C മുകളിൽ പോകുന്ന സിറ്റുവേഷൻസ് ഏതാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളൊരു ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഗെയിം കളിക്കുകയും ബാറ്ററി ഡ്രെയിൻ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചാർജിന് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മളുടെ ഫോണിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 50°C അല്ലെങ്കിൽ ഒരു 45°C ആയിരിക്കും. നിങ്ങൾ ചാർജിന് ഇടുന്ന ടൈമിൽ ചാർജിങ് കാരണം ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മളുടെ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഗെയിം കളിച്ചതിന് ശേഷം കുറച്ച് ഫോണിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചാർജിനിടാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾ മിക്കവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഫോൺ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നു, കൂടുതൽ സമയം മീൻസ് നിങ്ങൾ GPS ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ അല്ലാത്ത സമയത്തായാലും നമ്മൾ GPS യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ GPS യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് ചാർജും ഡ്രെയിൻ ആവുന്നതാണ്. അപ്പോൾ ചാർജ് ഡ്രെയിൻ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ പോയി ചാർജിങ്ങിൽ ഫോൺ കുത്തിയിടാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ വരികയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹീറ്റ് ആകുകയും അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആകുകയും ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോൺ GPS യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാതെ ഇരിക്കുക. ഇത് നമ്മുടെ ഫോണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തേർഡ് പാർട്ടി ചാർജേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ചാർജേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ഫോണിന് ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളുടെ ഫോൺ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ഡാമേജ് ആവുകയും ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി മുതലെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചാർജ് ചെയ്തെങ്കിലോ മറ്റൊരാളുടെ ചാർജറോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി തേർഡ് പാർട്ടി ചാർജേഴ്സ് ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാതെ ഇരിക്കുക. അത് നിങ്ങളുടെ ഫോണിനും നിങ്ങൾക്കും ദോഷം ചെയ്യുന്നതാണ്. ഇനി ഈ എല്ലാ പ്രശ്നത്തിൽ നിന്ന്, ഈ ഒരു പ്രശ്നങ്ങളിലെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ടെമ്പറേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ടെമ്പറേച്ചറും കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം കൂടുതലായിട്ട് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫോൺ കവർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ കേസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോൺ കവർ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഫോൺ ചാർജിനിടാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോൺ കവർ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഫോൺ ചാർജിനിടാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിക്ക് കുറച്ചും കൂടെ ഹെൽത്ത് കിട്ടാനും ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിന് ഉറപ്പായും ഒരു നല്ല സേഫ്റ്റി കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ 𝑘𝙃 and bye.